അബ്നോർമൽ മോളാർ മാസസിനെ പറ്റി നമ്മൾ കണ്ടു. ഇത്തരത്തിൽ അബ്നോർമൽ മോളാർ മാസസ് ഒക്കെ വന്നപ്പോൾ നമ്മളൊരു വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. വാൻ ഹോഫ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണയായി പഠിച്ച 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. നമ്മൾ കണ്ട പോലെ തന്നെ വാൻ ഹോഫ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അസോസിയേഷൻ ആണോ ഡിസോസിയേഷൻ ആണോ മോളിക്യൂളിന് സംഭവിക്കുന്നത് എന്നതിനനുസരിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ മാറ്റം വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും, അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, ഇവയുടെ എല്ലാം കാൽക്കുലേഷനിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കുക. ഒന്ന് നോക്കൂ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? ഇത് നമ്മളായിട്ട് ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ പി ഡിവൈഡ് ബൈ P0 ഈസ് ഈക്വൽ ടു Chi2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ കണ്ട പോലെ തന്നെ വാൻ ഹോഫ് ഫാക്ടർ എന്ന പുതിയൊരു ഫാക്ടറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇക്വേഷനിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഡെൽറ്റ പി ഡിവൈഡ് ബൈ P0 ഈസ് ഈക്വൽ ടു Chi2, അതായത് വാൻ ഹോഫ് ഫാക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി ഇക്വേഷൻ സൂചിപ്പിക്കാം. P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈസ് ഈക്വൽ ടു I ഇൻറ്റു N2 ബൈ N1. ഓരോ ടേംസും നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ. P01 എന്ന് പറയുന്നത് പ്യുവർ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. P1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആയിട്ട് വരുമ്പോൾ, ഒരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്ത് വരുമ്പോഴുള്ള ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ്. അതുപോലെ തന്നെ I എന്ന് പറയുന്നത് വാൻ ഹോഫ് ഫാക്ടറായി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. N2 ബൈ N1 എന്നുള്ളത് Chi2 അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ മോഡിഫൈ ചെയ്തെഴുതാം. അതിൻ്റെ അർത്ഥം നമ്മൾ കൺസിഡർ ചെയ്യുന്ന മിക്സ്ചറിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്ന സൊല്യൂട്ട് പ്രസൻ്റ് ആണെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ I അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എപ്പോഴും ഓർക്കേണ്ടതായ കാര്യമാണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കൂ. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു IKB ഇൻറ്റു M. ഇവിടെയും വാൻ ഹോഫ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിലാകട്ടെ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു IKF ഇൻറ്റു M. ഇവിടെയും നമുക്ക് ഐയുടെ പ്രസൻസ്, വാൻ ഹോഫ് ഫാക്ടറിൻ്റെ പ്രസൻസ് കാണാം. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് പറയപ്പെടുന്ന ഓസ്മോട്ടിക് പ്രഷറിലും പൈ ഈസ് ഈക്വൽ ടു ICRT. സി എന്നുള്ളതിന് പകരം നേരത്തെ അറിയാവുന്ന പോലെ തന്നെ N2 ബൈ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം. സോ പൈ ഈസ് ഈക്വൽ ടു IN2RT ബൈ വി എന്നും എഴുതാം. ഇത്തരത്തിൽ ഓരോ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള സൊല്യൂട്ട് എന്ന് പറയുന്നത് അസോസിയേഷൻ ആണോ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഡിസോസിയേഷൻ ആണോ സംഭവിക്കുന്നത് എന്നതിൻ്റെ ബേസിസിൽ I വാല്യൂ കൂടെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അബ്നോർമൽ മോളിക്കുലാർ മാസുമായിട്ട് അല്ലെങ്കിൽ അബ്നോർമൽ മോളാർ മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. വാൻ ഹോഫ് ഫാക്ടർ ഉപയോഗിച്ചിട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് അസോസിയേഷനും എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷനും നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് ഈ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് അസോസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെയും അസോസിയേഷനെയും ആൽഫ എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആദ്യത്തേത് നോക്കാം, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? It is defined as the fraction of total substance that undergoes dissociation. It is the fraction of total substance that undergoes dissociation. Dissociation സംഭവിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ ഫ്രാക്ഷൻ ആണെയാണ് എന്ത് വിളിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വേഷൻ ഓർക്കണം. ഡിസോസിയേഷൻ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുന്നത് ആൽഫ ഈസ് ഈക്വൽ ടു 1 മൈനസ് I ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ബൈ N. ഇങ്ങനെയാണ് 1 മൈനസ് I ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ബൈ N. എന്താണ് I എന്ന് പറയുന്നത് വാൻ ഹോഫ് ഫാക്ടറാണ്. N എന്ന് പറയുന്നത് നമ്പറാണ്, നമ്പർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സൊല്യൂട്ടാണ്. എത്രയായി ഡിസോസിയേറ്റ് ചെയ്യുന്നു എന്ന നമ്പറിനെയാണ്
സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഓർക്കണം, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സൂചിപ്പിക്കുന്നത് ആൽഫ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആൽഫ ശ്രദ്ധിക്കണം, ആൽഫ ഈസ് ഈക്വൽ ടു 1 - I ഡിവൈഡഡ് ബൈ 1 - 1/n. ഇതുപയോഗിച്ച് ഡിഗ്രി അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഡിഗ്രി ഓഫ് അസോസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് അസോസിയേറ്റഡ് മോളിക്യൂൾ. അസോസിയേറ്റ് ചെയ്ത ഫോമിലിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആൽഫ ഈസ് ഈക്വൽ ടു 1 - I ഡിവൈഡഡ് ബൈ 1 - 1/n എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഡിഗ്രി ഓഫ് അസോസിയേഷനും നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ടേം എന്താണ്? ആൽഫയാണ്. അത് ഓർക്കണം. ഏത് മോളിക്യൂൾ ആണെങ്കിലും ആൽഫ എന്താണ്? എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ ആണെങ്കിലും അസോസിയേഷൻ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഇക്വേഷൻസിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അസോസിയേഷൻ ആണെങ്കിൽ 1 - I ബൈ 1 - 1/n എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം എക്സ്റ്റെൻറ്റ് ഓഫ് എത്ര എക്സ്റ്റെൻറ്റ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. വാൻ ഹോഫ് ഫാക്ടറിനെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇവിടെ നമുക്ക് ബോർഡിൽ കാണാൻ കഴിയുന്നത് I അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് ഒരു സൊല്യൂട്ട് മോളിക്യൂളിൻ്റെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം. ഇഫ് വാൻ ഹോഫ് ഫാക്ടർ I ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് മീൻസ് ദാറ്റ് സൊല്യൂട്ട് ബിഹേവ്സ് നോർമലി. യാതൊരുവിധ അബ്നോർമാലിറ്റിയും കാണിക്കാതെ സൊല്യൂട്ട് വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. എന്താണ് അബ്നോർമാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? സൊല്യൂട്ട് മോളിക്യൂൾസ് അസോസിയേഷനോ ഡിസോസിയേഷനോ കാണിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. അസോസിയേഷനോ ഡിസോസിയേഷനോ കാണിക്കാതെ സൊല്യൂട്ട് മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. ഇനി I വാല്യൂ 1-നേക്കാളും താഴെ വരുന്ന 3 കേസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് I ഈസ് ഈക്വൽ ടു 1/2, I വാല്യൂ 1/2 ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദാറ്റ് സൊല്യൂട്ട് ബിഹേവ്സ് ആസ് എ ഡൈമർ. ആ ഒരു സൊല്യൂട്ട് ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ അസറ്റിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് ഇൻ ബെൻസീൻ, ഇതെല്ലാം ഒരു എക്സാമ്പിൾസ് ആണ്. ഇവിടെ എല്ലാം സൊല്യൂട്ട് മോളിക്യൂൾസ് ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അടുത്ത കേസ് പറയുന്നത് I ഈസ് ഈക്വൽ ടു 1/4. I ഈസ് ഈക്വൽ ടു 1/4 ആണെങ്കിലോ ഇവിടെ സൊല്യൂട്ട് മോളിക്യൂൾസ് ടെട്രാ ആറ്റോമിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫോസ്ഫറസ് മോളിക്യൂൾസ്. നമുക്കറിയാം ഫോസ്ഫറസ് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫോസ്ഫറസ് ആറ്റംസ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ഫോസ്ഫറസ് മോളിക്യൂൾ ഉണ്ടാകുന്നത് അല്ലേ? അടുത്ത കേസ് പറഞ്ഞിരിക്കുന്നത് I ഈസ് ഈക്വൽ ടു 1/8. I ഈസ് ഈക്വൽ ടു 1/8 ആണെങ്കിൽ സൊല്യൂട്ട് ഒക്ടാ ആറ്റോമിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് 8 ആറ്റംസ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത് എന്നർത്ഥം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൾഫർ ആയിട്ടുള്ള S8 മോളിക്യൂൾ. ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇഫ് I വാല്യൂ ഈസ് ലെസ് ദാൻ 1, ഇറ്റ് മീൻസ് ദ സൊല്യൂട്ട് അണ്ടർഗോ അസോസിയേഷൻ. I വാല്യൂ കുറവ് വരുന്ന ഈ 3 കേസസിലും നമ്മൾ കണ്ടു സൊല്യൂട്ട് മോളിക്യൂൾസ് അണ്ടർഗോ അസോസിയേഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, I വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ I വാല്യൂ ഗ്രേറ്റർ ദാൻ 1 മീൻസ് ദ സൊല്യൂട്ട് അണ്ടർഗോ ഡിസോസിയേഷൻ. സമ്മറി ചാർട്ട് പോലെ പഠിക്കണം. I വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇറ്റ് മീൻസ് സൊല്യൂട്ട് അണ്ടർഗോ അസോസിയേഷൻ. I ഈക്വൽ ടു 1 ആണെങ്കിൽ ദ സൊല്യൂട്ട് ബിഹേവ്സ് നോർമലി. If I is greater than 1, it means solute undergo dissociation. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി മോളിക്കുലാർ മാസസ് മെഷർ ചെയ്യുന്ന പ്രോബ്ലംസിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ ഉള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് I വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.